ഹായ്, ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? അവൽ പായസം. ഇന്നത്തെ റെസിപ്പി ഇതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അതും 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, അതും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതാ ഞാൻ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 കപ്പ് അവലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മട്ട അരിയുടെ അവലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നെയ്യിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ, അതായത് അതേ ഓട്ടുരുളിയിൽ തന്നെ ഞാൻ അല്പം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലിലാണ് കേട്ടോ പായസം തയ്യാറാക്കുന്നത്. ഞാൻ വളരെ കുറച്ച് പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നമുക്ക് കൂടുതൽ ഉള്ളവർക്ക് കൂടുതൽ അളവുകൾ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവൽ ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി വേവിക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി വേവിക്കാം. വെറും 10 മിനിറ്റ് പോലും വേണം നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാൻ. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഈസി പായസം റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പായസമൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. ആ ഒരു അവലൊക്കെ നല്ലപോലെ അത് കിടന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൂട്ട് ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇതാ നല്ലപോലെ പാലൊക്കെ തിളച്ച് പഞ്ചസാരയൊക്കെ ആ ഒരു അവലിലോട്ട് പിടിക്കട്ടെ. അതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പായസമൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അവലൊക്കെ നല്ലപോലെ വെന്ത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു കൂട്ട്, പായസത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു സാധനം ചേർക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇത് പായസത്തിൻ്റെ രുചി കൂട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഞാനത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ആ പായസത്തിന്. ഞാനിതിനകത്ത് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ സാധാരണ സേമിയ പായസം, പാലട പായസമൊക്കെ പോലെ ആവും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവസാനമായിട്ട് ഞാൻ ഇത്തിരി കിസ്മിസ് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കാഷ്യൂ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അവൽ പാൽ പായസം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ, സീ യു.